Good afternoon, everyone. Good afternoon, ma'am. Yeah, good afternoon. Okay, just wait a second. Okay. Christmas ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? ഇതൊന്നും ഇല്ലാത്തെ വിദ്യ എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ്? What about your Christmas celebration? റെസ്പോൺസ് ഒന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സ്പ്രഷൻസ് പഠിക്കാം. അതായത് നമുക്ക് ഇംഗ്ലീഷ് എന്തെങ്കിലും സംസാരിക്കണമല്ലോ. ഇപ്പൊ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ആയാലോ, അല്ലെങ്കിൽ ഇപ്പോ നമ്മള് മിക്കപ്പോഴും പറയുന്ന കാര്യമാണ്, എന്നെ കണ്ടിട്ട് ഇപ്പൊ എത്ര നാളായി എന്നൊക്കെ പറയുന്നത്. അതൊക്കെ കുറച്ച് എന്താണ് എക്സ്പ്രഷൻസ് ആണ് അല്ലെ? അപ്പൊ അതിന് യൂസ് ചെയ്യേണ്ട കുറച്ച് സെന്റൻസ് ഉണ്ട്. അത് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഓക്കെ, അപ്പൊ അതേപോലെ എന്താണ് ഇപ്പൊ ഇങ്ങനെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയില്ലേ, നിനക്ക് അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്, ഏത് വേർഡാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെന്റൻസ് മേക്ക് ചെയ്യേണ്ടത് അല്ലെ? മിക്കവർക്കും ഉണ്ടാവുന്ന ഡൗട്ട്സ് ആണ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യേണ്ട കുറച്ച് എക്സ്പ്രഷൻസ് ആണ് ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും നോട്ട്ബുക്ക് എടുക്കാം. Take your notebook and write down these expressions. Okay. First one is would you please. Would you please. ആരെങ്കിലും എഴുതിയെടുക്കുന്നുണ്ടോ? Anyone? Yes. Okay. Yeah. അപ്പൊ would you please ആണ്. would you please വെച്ചിട്ട് നമുക്ക് കുറച്ച് സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നോക്കാം. would you please എന്ന് പറയുന്ന മീനിങ് ദയവായി ഒന്ന് ചെയ്തു തരാമോ, അങ്ങനെ ഒരു പൊളൈറ്റ്നെസ്സോട് കൂടി ചോദിക്കുന്നതാണ് ഈ would you please. അപ്പോ നിങ്ങൾക്ക് എന്താണോ ചോദിക്കേണ്ടത്, എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ട കാര്യം അല്ലെ, എന്തെങ്കിലും ആവട്ടെ. ഇപ്പൊ നിനക്ക് നീ ആ പേന തരാവോ, നീ ആ പേന തരും അല്ലെ, അത് നമുക്ക് ഫോർമൽ ആയിട്ടാണെങ്കിൽ would you please വെച്ച് ചോദിക്കാം. would you please give me the pen എന്ന് ചോദിക്കാം. എനിക്ക് ആ പേന തരാവോ, ദയവായി ഒന്ന് തരാം, പൊളൈറ്റ്നെസ് ആണ്. would you please close the door. would you please close the door. like would you please come here. then would you please give me some money അല്ലെ, ഇതൊക്കെ നമുക്ക് would you please വെച്ച് ചോദിക്കാം. would you please go from here. ഇവിടെ നിന്ന് പോയി തരാവോ എന്നൊക്കെ ചോദിക്കില്ലേ. would you please go from here. സോ ഇതെല്ലാവരും പൊളൈറ്റ്നെസ്സോട് കൂടി ചോദിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻസ് എന്നാണ് പറയുന്നത്. would you please. would you please ശേഷം നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് അത് അതിനുശേഷമാണ് പറയുന്നത്. would you please ശേഷമായിരിക്കണം നമ്മൾ മാറ്റർ പറയേണ്ടത്. ഓക്കെ, would you please open the window. would you please send the email. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ would you please വെച്ചിട്ട് ചോദിക്കേണ്ടത്. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഇത് വെച്ചിട്ട് മേക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം എക്സാമ്പിൾസ് ഒക്കെ മേക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡേ ടു ലൈഫിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂസ്ഡ് ടു. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും യൂസ്ഡ് ടു. യൂസ്ഡ് എന്നാവരാ, യൂസ്ഡ് നമ്മൾ പറയുമ്പോൾ യൂസ്ഡ് എന്നാ പറയാം, പക്ഷെ ഇത് യൂസ്ഡ് ആണ്. USED, യൂസ്ഡ്, യൂസ്ഡ് ടു. ഓക്കെ, നമ്മൾ പറയുമ്പോൾ യൂസ്ഡ് എന്ന് പറയും. കറക്റ്റ് സ്പെല്ലിംഗ് അങ്ങനെയാണ്, യൂസ്ഡ് ടു, യൂസ്ഡ് ടു എന്നാണ്.
ഇത് പണ്ട് ഉണ്ടായിരുന്ന ശീലങ്ങളെ പറയാനാണ് നമ്മൾ യൂസ്ഡ് ടു യൂസ് ചെയ്യാറ്. ഓക്കെ, പണ്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ല. പണ്ടുണ്ടായിരുന്ന ഹാബിറ്റ്സിന് പറയുമ്പോൾ നമ്മൾ യൂസ്ഡ് ടു പറയാം. ഓക്കെ, അതിന് സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് യൂസ്ഡ് ടു പ്ലസ് V1 എന്നാണ്. സബ്ജക്ട് പ്ലസ് യൂസ്ഡ് ടു പ്ലസ് V1. ഓക്കെ, ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. അപ്പോ എന്താണ് സെന്റൻസ്? എന്താണ്? ഞാൻ പണ്ട് സ്മോക്ക് ചെയ്യായിരുന്നു, സ്മോക്ക് ചെയ്യുമായിരുന്നു. ഇതൊരു എന്റെ ശീലമായിരുന്നു, പണ്ട് എന്റെ ശീലമായിരുന്നു, പക്ഷെ എനിക്ക് ഇപ്പോ ഇല്ല. അപ്പൊ പണ്ടത്തെ ആ ഒരു ഹാബിറ്റ് പറയുമ്പോ എങ്ങനെയാ പറയാം നമ്മള്? ഐ യൂസ് ടു സ്മോക്ക്. ഐ യൂസ് ടു സ്മോക്ക്. പണ്ടുണ്ടായിരുന്ന ശീലത്തെ കുറിച്ചാണ് പറയാം കേട്ടോ. അപ്പൊ ഐ യൂസ് ടു സ്മോക്ക്. Then he used to drink. അവൻ കുടിക്കായിരുന്നു, അല്ലെ, ഡ്രിങ്ക് ചെയ്യായിരുന്നു. He used to drink. They used to come here. എപ്പോഴും ഇവിടെ വരായിരുന്നു. They used to come here. She used to call me every day. എല്ലാ ദിവസവും എന്നെ വിളിക്കാറുണ്ടായിരുന്നു, അല്ലെ, വിളിച്ചിരുന്നായിരുന്നു. ഇപ്പൊ ഇല്ല. She used to call me every day. Then he used to cook for me. അവൻ എപ്പോഴും കുക്ക് ചെയ്ത് തരാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. ആ ഒരു മീനിങ്ങിലാണ് യൂസ് ടു വരാറ്. പണ്ടുണ്ടായിരുന്ന ശീലങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ്, അല്ലെങ്കിൽ എക്സ്പ്രഷൻ ആണ് യൂസ് ടു എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് യൂസ് ടു പ്ലസ് V1 എന്നാണ്. ഓക്കെ, ഇനി അതർ എക്സ്പ്രഷൻ ഈസ് വുഡ് യു മൈൻഡ് ഇഫ്. യൂസ് ടു, യാ, കറക്റ്റ് ആണ്, യൂസ് ടു ആണ്. നെക്സ്റ്റ് വുഡ് യു മൈൻഡ് ഇഫ് ആണ്. വുഡ് യു മൈൻഡ് ഇഫ് മീൻസ് എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഇപ്പോ നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഇപ്പോ നമ്മൾ ആരെങ്കിലും ചോദിക്കില്ലേ, ഞാനത് ചെയ്യുന്നതിൽ, ഞാൻ അവിടെ പോയി നിൽക്കുന്നതിൽ വിരോധം ഉണ്ടോ? ഞാനിത് ഓപ്പൺ ചെയ്ത് നിൽക്കുന്നതിൽ വിരോധം ഉണ്ടോ? ഞാൻ നിന്റെ പെയിൻ എടുക്കുന്നതിൽ നിൽക്കുന്നതിൽ വിരോധം ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ ചോദിക്കുമ്പോ എങ്ങനെയാ ചോദിക്കുക? വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദി വിൻഡോ? ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്ത് നിൽക്കുന്നതിൽ വിരോധം ഉണ്ടോ? വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദി വിൻഡോ? ഓക്കെ, വുഡ് യു മൈൻഡ് ഇഫ് ഐ ടേക്ക് യുവർ പെൻ? ഞാൻ നിന്റെ പെയിൻ എടുക്കുന്നതിൽ നിൽക്കുന്നതിൽ വിരോധം ഉണ്ടോ? Would you mind if I take your pen? Then ഞാനിവിടെ പോകുന്നതിൽ എന്തെങ്കിലും വിരോധം ഉണ്ടോ? Would you mind if I go there? Would you mind if I go there? Next, would you mind if I turn on അല്ലെങ്കിൽ off this light? ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നതിലോ ഓൺ ചെയ്യുന്നതിലോ വിരോധം ഉണ്ടോ? Would you mind if I change the channel? ഈ ചാനൽ ചേഞ്ച് ചെയ്യുന്നതിൽ വിരോധം ഉണ്ടോ? Would you mind if I wear your dress? ഞാൻ നിന്റെ ഡ്രസ് വെയർ ചെയ്യുന്നതിൽ വിരോധം ഉണ്ടോ? Would you mind if I wear your dress? ഓക്കെ, അപ്പൊ would you mind if I ശേഷം ആയിരിക്കണം നിങ്ങൾ എന്താണോ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ അവിടെ എന്താണ് മാറ്റർ വരുന്നത്, അത് എപ്പോഴും would you mind if I ശേഷം ആയിരിക്കണം പറയേണ്ടത്. ഓക്കെ, is it clear or not? Anyone please respond your. Yeah, okay. ഇനി നെക്സ്റ്റ്, we didn't go there. എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. അതിന് യൂസ് ചെയ്തത് എന്താണ്? ഞാൻ നീഡിന്റെ ആണ്. നീഡൻറ്റ്. നീഡ് മീൻസ് ആവശ്യം. നീഡൻറ്റ് എന്ന് പറയുന്ന ആവശ്യമില്ല, നെഗറ്റീവ് ആണ് നീഡൻറ്റ്. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നീഡൻറ്റ്. സോ സ്ട്രക്ചർ ഈസ് സബ്ജക്ട് പ്ലസ് നീഡിങ് പ്ലസ് V1. സബ്ജക്ട് പ്ലസ് നീഡിങ് പ്ലസ് V1. ഓക്കെ, സബ്ജക്ട് പ്ലസ് നീഡിങ് പ്ലസ് V1 എന്നാണ് പറയുന്നത്. So examples, we didn't go there. ഞങ്ങൾക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. We didn't go there. ഞങ്ങൾക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. You didn't worry about me. You didn't worry about me. നീ എന്നെ കുറിച്ച് worry ചെയ്യേണ്ട ആവശ്യമില്ല. You didn't worry about me. She didn't wait for me. അവളെ എന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. She didn't wait for me. You didn't go to school by bus. I can give you a lift. You didn't go to school by bus. I can give you a lift. ഈ സ്കൂൾ ബസ്സിൽ പോകേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് ലിഫ്റ്റ് തരാം. Okay. Then you didn't translate that. I understand what you say. You didn't translate that. You didn't translate it. I understand what you say. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നീ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതിനാണ് നമ്മൾ നീഡിന്റെ യൂസ് ചെയ്യാം. ഓക്കെ, യാ. Next,
What would you like to? What would you like to means എന്താണ് ഇഷ്ടപ്പെടുന്നത്? What would you like to? എന്താണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്? എന്താണ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്? എന്താണ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ഇതെല്ലാം ചോദിക്കാം അല്ലെ? നീ എന്താണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്? എങ്ങനെ ചോദിക്കാം? What would you like to have? What would you like to have? നീ ഡിന്നർ എന്താണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്? What would you like to have for dinner? What would you like to read? What would you like to read? Then what would you like to study? ഇതൊക്കെ നമുക്ക് what would you like to വെച്ച് ചോദിക്കാം. ഇനി ക്വസ്റ്റ്യൻ വേർഡ് മാറ്റാം. വാട്ട് തന്നെ വേണമെന്നില്ല, പേര് വേണമെങ്കിൽ ചോദിക്കാം. Where would you like to go? എനിക്ക് എവിടെ പോകാൻ ഇഷ്ടം? Where would you like to go? Which would you like to wear? നിനക്ക് എന്താണ് ധരിക്കാൻ ഇഷ്ടം? ഏതാണെന്നോ എന്താണെന്നോ ഒക്കെ ചോദിക്കാം. അപ്പൊ നമുക്കിവിടെ വെയറോ വെന്നോ ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ വാട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞു വാട്ട് വുഡ് യു ലൈക്ക് ടു എന്ന് ചോദിച്ചു. സോ നമുക്ക് വാട്ട് യൂസ് ചെയ്യാം. ദെൻ വെയർ ആൻഡ് വൈ. ഓക്കെ, ഇതെല്ലാം നമുക്ക് ചോദിക്കും. ഇപ്പൊ നിനക്ക് ഇപ്പൊ ഇപ്പൊ എന്താണ്, എവിടെയാണ് പോകാൻ ഇഷ്ടപ്പെടുന്നത്? എന്താണ് നിനക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഏതാണ് നിനക്ക് എന്താണ്, ഏത് ബുക്കാണ് നിനക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡും ഇവിടെ മാറ്റാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹാഡ് ബെറ്റർ. ഓക്കെ, ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത് ഫ്രേസ് ആണ്, ഇതൊരു എക്സ്പ്രഷൻ ആണ്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നീ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നീ അവിടെ പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നീ ആ കോഴ്സ് പഠിക്കുന്നതായിരിക്കും നല്ലത്. നീ അബ്രോഡ് പോകുന്നതായിരിക്കും നല്ലത്. നീ നാട്ടിൽ നിൽക്കുന്നേക്കാൾ നല്ലത് അബ്രോഡ് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അബ്രോഡ് പോകുന്നതായിരിക്കും നല്ലത്. മനസ്സിലായോ? എനിക്ക് ഒന്നുകൂടെ പറയോ? വിച്ച് വൺ? രേഷ്മ, ഏത് ഫ്രേസ് ആണ്? ഏത് എക്സ്പ്രഷൻ ആണ്? പറയൂ. ലാസ്റ്റ് പറഞ്ഞ ഹാഡ് ബെറ്റർ ആണോ? ഹാഡ് ബെറ്റർ. ഹാഡ് ബെറ്റർ മീൻ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നീ അവിടെ പോകുന്നതായിരിക്കും നല്ലത്. യു ഹാഡ് ബെറ്റർ ഗോ ദെയർ. യു ഹാഡ് ബെറ്റർ ടു ഗോ ദെയർ. നീ അവിടെ പോകുന്നതായിരിക്കും നല്ലത്. യു ഹാഡ് ബെറ്റർ ടു ഗോ ദെയർ. അതായത് ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത് സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഹാഡ് ബെറ്റർ പ്ലസ് V1 എന്നാണ്. സബ്ജക്ട് പ്ലസ് ഹാഡ് ബെറ്റർ പ്ലസ് V1. എക്സാമ്പിൾ, we had better inform the chairman. We had better inform the chairman. ഞങ്ങൾക്ക് ചെയർമാൻ ഇൻഫോം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. We had better inform the chairman. Next, we had better resign. We had better resign this job. അല്ലെങ്കിൽ ഈ ജോബ് നിങ്ങൾക്ക് റിസൈൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. We had better resign this job. Next, she had better continue her studies. നിനക്ക് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. She had better continue her studies. You had better not cry. നീ കരയാതിരിക്കുന്നതായിരിക്കും നല്ലത്. You had better not cry. മനസ്സിലായോ? അപ്പൊ ഹാഡ് ബെറ്ററിന്റെ യൂസേജ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ എന്ത് കാര്യമാണോ ചെയ്യുന്നത് നല്ലത്, അത് വരേണ്ടത് ഈ ഹാഡ് ബെറ്ററിന്റെ ശേഷമായിരിക്കണം. മനസ്സിലായോ? ഇതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മാക്സിമം ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പിന്നെ അത് പറഞ്ഞു നോക്കി ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ക്ലിയർ ആണ്, നാളെ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല. സോ ഇതെല്ലാം ഡെയിലി നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഇഫ്. വാട്ട് ഇഫ് മീൻസ് അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? വാട്ട് ഇഫ് അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നാണ്. അതായത് ഇപ്പൊ ഞാൻ അവിടെ പോയാൽ എന്താണ് സംഭവിക്കുക? ഞാനത് ചെയ്താൽ എന്താ സംഭവിക്കുക? ഓക്കെ, അവളിവിടെ വന്നാൽ എന്താ സംഭവിക്കുക?
ഞാൻ അവരോട് സംസാരിച്ചാൽ എന്താ സംഭവിക്കുക എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ പറയുന്ന ഇപ്പൊ മലയാളം ആയതുകൊണ്ട് പല സ്ഥലങ്ങളും പല രീതിയിലാണ് സംസാരിക്കുക, അല്ലെ? അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക, അങ്ങനെ ചെയ്താൽ എന്താ പറ്റുക എന്നൊക്കെ ചോദിക്കും, അല്ലെ? അപ്പൊ സ്ലാങ് എപ്പോഴും വ്യത്യാസം ഉണ്ടാവും, പക്ഷെ യൂസേജ് ഇത് തന്നെയാണ്, സെയിം തന്നെയായിരിക്കും. ഓക്കെ, ഞാനിപ്പോ റിസൈൻ ചെയ്താൽ എന്താ പറ്റുക, ഇനി ജോലി ഞാൻ റിസൈൻ ചെയ്താൽ എന്താ പറ്റുക, എന്താ സംഭവിക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെ? What if I resign this job? What if I resign this job? What if I resign this job? Next, what if I speak the truth? ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്താ സംഭവിക്കുക? What if I speak the truth? What if I speak the truth? Then what if she comes here tomorrow? What if she comes here tomorrow? അവിടെ ഇവിടെ നാളെ വന്നാൽ എന്താ സംഭവിക്കുക? What if she comes here tomorrow? What if she comes here tomorrow? And what if he do that? What if he could do that? What if he do that? അവിടെ ചെയ്താൽ എന്താ സംഭവിക്കുക? What if he do that? What if I go there? ഞാൻ അവിടെ പോയാൽ എന്താ സംഭവിക്കുക? What if I go there? ഞാൻ അവിടെ പോയാൽ എന്താ സംഭവിക്കുക? What if they stay in a hotel? What if they stay in a hotel? ഞങ്ങള് അവർ ആ ഹോട്ടലിൽ താമസിച്ചാൽ എന്താ സംഭവിക്കുക? What if you speak with him? ഞാൻ അവരോട് സംസാരിച്ചാൽ എന്താ സംഭവിക്കുക? ഓക്കെ, ആ രീതിയിലാണ് വാട്ട് ഇഫ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഗോയിങ് ടു. ഞാൻ അങ്ങനെ ചെയ്യാൻ പോവുകയാണ്, ഗോയിങ് ടു. ഓക്കെ, ഇവിടെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഈസ് am are പ്ലസ് ഗോയിങ് ടു പ്ലസ് V1. സബ്ജക്ട് പ്ലസ് ഈസ് am are പ്ലസ് ഗോയിങ് പ്ലസ് V1. Subject plus is am are plus going to plus V1 എന്നാ വരാ. എക്സാമ്പിൾ, I am going to start a business. I am going to start a business. ഒരു ബിസിനസ്, ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. I am going to start a business. We are going to inform the chairman. ഞങ്ങള് chairman inform ചെയ്യാൻ പോവുകയാണ്. We are going to inform the chairman. Then we are going to watch the movie. We are going to watch a movie. Okay. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ എക്സ്പ്രഷൻസ് എല്ലാവരും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞ എല്ലാ എക്സ്പ്രഷൻസ് വെച്ചിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ കുറച്ചു പേരേ ഉള്ളൂ ക്ലാസ്സിൽ. സോ കുറച്ച് എക്സാമ്പിൾസ് എല്ലാവരും പറയാൻ പറ്റുന്നവർ പറയാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾസ് മേക്ക് ചെയ്യാൻ നോക്കാം, then text me. ഓക്കെ, yeah, would you please give me some water? Okay, correct. Then Anamika and Vidya. Sujit P. Vidya അല്ലേ? Vidya Sujit ആണോ? Okay, examples ഒന്ന് make ചെയ്യൂ എല്ലാവരും. She used to write novel. Okay, would you please close the door? Yeah, would you please do my homework? Okay, എല്ലാ എക്സ്പ്രഷൻസ് വെച്ചിട്ടും
എക്സാമ്പിൾസ് മേക്ക് ചെയ്യാം കേട്ടോ. Would you mind if ആണ്? Would you mind if ആണ്? Would you mind if I വെച്ചിട്ടാണ് ചോദിക്കാറ്. Would you mind if ഞാൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നാണ് വരാം. Would you mind if I? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഡൗട്ട് വെച്ചിട്ടാണ് ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്ത് പോകരുത്. Would you mind if I എന്നാണ് ആ ഒരു എക്സ്പ്രഷൻ വരാം. Would you mind if I use your towel? അത് ചോദിച്ചാൽ കറക്റ്റ് ആണ്. Yeah, would you mind if I use your towel? Okay, correct. ബാക്കി എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങള് എക്സാമ്പിൾസ് മേക്ക് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ ഞാൻ ഈ പറയുന്നേ. I need your pen. എനിക്ക് ഇതിന്റെ പേര് ശരി. ഓക്കെ. എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതായത് കേട്ട് മനസ്സിലാക്കിയിരുന്നാല് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണം. സെന്റൻസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഏറ്റവും ബെറ്റർ. പറയാൻ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ടെക്സ്റ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് going to വെച്ചിട്ട് പറയൂ. Going to, had better, what would you like to, which would you like the movie? Which would you like the movie? അത് കറക്റ്റ് അല്ലല്ലോ. I used to watch TV more time. Yeah. Which would you like? അത് രേഷ്മ അത് കറക്റ്റ് അല്ല കേട്ടോ. Which would you like the movie? നീ ഏത് ഫിലിം കാണാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നല്ല വരാം. കാണണ്ടേ? Which would you like to see the movie? അങ്ങനെ ചോദിക്കുന്നതിന് ബെറ്റർ വേറെ രീതി ചോദിക്കാം. Which movie would you like to see? അങ്ങനെ ചോദിക്കാം. സിമ്പിൾ ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് going to. നിങ്ങൾ ഇതെല്ലാം നോട്ടിൽ എഴുതിയെടുത്തോ? രേഷ്മ ക്ലാസ്സിൽ ഇതിന് മുന്നേ ക്ലാസ്സിൽ ഉണ്ടായിരുന്നാണോ? സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഓക്കെ, വിദ്യ എന്ത് പറ്റി? ക്ലാസ്സിൽ ആക്റ്റീവ് ആയിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റി? വിദ്യ എന്നെ അറിയാേ? സുജിത്, പ്രൊഫൈൽ നെയിം സുജിത്, പേരെന്തായിരുന്നു? Yes, ma'am. വിദ്യയല്ലേ? ക്ലാസ്സിൽ ആക്റ്റീവ് ആയിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി വിദ്യ?
അനാമിക ക്ലാസ്സിലുണ്ടോ? ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് മേക്ക് ചെയ്യും വന്നാല്. ഇംഗ്ലീഷ് പഠിക്കണ്ടേ? Difficult. Okay. Yeah. ഇനി നെക്സ്റ്റ് അടുത്തൊരു എക്സ്പ്രഷൻ ഹാസ് ടു. ഹാസ് ടു അതായത് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ചെയ്യേണ്ടതുണ്ട് എന്നൊരു മീനിങ് ആണ് ഹാസ് ടു. ഹാസ് ടു ഹാസ് യൂസ് ചെയ്യുന്ന എപ്പോഴെന്താ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഹാസ് യൂസ് ചെയ്യുക. ഹി ഷീ ആൻഡ് എവരിബഡി എന്നാണ് സിംഗുലർ സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഷി ഹാസ് ടു സ്റ്റഡി എ ലോട്ട്. അവൾക്ക് ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ആ ഒരു മീനിങ് ആണ് അവിടെ. അവൾക്ക് ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ഷി ഹാസ് ടു സ്റ്റഡി എ ലോട്ട്. ഓക്കെ, ഷീ ആവാം, അത് ഹി ആവാം, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഹാസ് യൂസ് ചെയ്യുക. ഓക്കെ, ഷി ഹാസ് ടു സ്റ്റഡി എ ലോട്ട്, ഹി ഹാസ് ടു സ്റ്റഡി എ ലോട്ട്. ഓക്കെ, അങ്ങനെ വരും. മനസ്സിലായോ? അതിന് നെഗറ്റീവ് എന്താ? She doesn't have to study a lot. She doesn't have to study a lot എന്ന് വരും. ഓക്കെ, ഇനി അതിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലോ does she have to study a lot? Does she have to study a lot? Question, negative question. Doesn't she have to study a lot? Doesn't she have to study a lot? She has to study a lot. She doesn't have to study a lot. Does she have to study a lot? Doesn't she have to study a lot? ഇതില് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ മാത്രമേ നമ്മൾ ഹാസ് യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും യൂസ് ചെയ്ത് ഹാവ് ആണ്. ബിക്കോസ് അവിടെ എന്താണുള്ളത്? ഡസ് ഉണ്ട്. ഡസ് ഓൾറെഡി ഉള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും നമുക്ക് ഇവിടെ ഹാവിന്റെ ആവശ്യമില്ല. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഹാവ് മാത്രം മതി. അതുകൊണ്ടാണ് ഇവിടെ ഹാവ് യൂസ് ചെയ്യാൻ കാരണം. She has to study a lot. Does she have to study a lot? Sorry, she has to study a lot. She doesn't have to study a lot. Does she have to study a lot? Doesn't she have to study a lot? എന്നാണ് വരുന്നത്. ഈ നെക്സ്റ്റ് have to. സിംഗിൾ സബ്ജക്റ്റിനോട് ഹാസ് ആണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ടു തന്നെ യൂസ് ചെയ്യണം അല്ലെ? അപ്പൊ സെയിം തന്നെയാണ്, സെയിം മീനിങ് തന്നെയാണ്. അപ്പോ ഐ ഹാവ് ടു സ്റ്റഡി എ ലോട്ട് എന്ന് പറയും. ഐ ഹാവ് ടു സ്റ്റഡി എ ലോട്ട് അല്ലെങ്കിൽ ഐ ഹാവ് ടു ഡു ഇറ്റ് ഓൾ ബൈ യുവർ സെൽഫ്. ഐ ഹാവ് ടു ഡു ഇറ്റ് ഓൾ ബൈ യുവർ സെൽഫ് എന്ന് പറയും. അതിന്റെ നെഗറ്റീവ് എന്താണ്? യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് ഓൾ ബൈ യുവർ സെൽഫ്. യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് ബൈ യുവർ you don't have to do it all by yourself. Question, do you have to do it? Do you have to do it all by yourself? Don't you have to do it all by yourself? Okay, and if you have to study a lot, and you have to study a lot. And negative, you don't have to study a lot. പിന്നെന്താ ക്വസ്റ്റ്യൻ എന്താ വരാ? Do you have to study a lot? Don't you have to study a lot? Okay, എങ്ങനെയാണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിലും വരാം. നെക്സ്റ്റ് had to. Has to, had to പറഞ്ഞു. നെക്സ്റ്റ് had to ആണ്. had to. Okay, അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ആ ഒരു അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നു മീൻസ് പാസ്റ്റ് ആണ് അല്ലെ? ഹാഡ് നമ്മൾ യൂസ് ചെയ്യാം, പാസ്റ്റ് ആണ്. എങ്ങനെയാ അത്? അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഹാവ് ടു പ്ലസ് V1. They had to discuss it in details. They had to discuss it in detail. They have to discuss it in detail. They didn't have to discuss it in detail. They didn't have to discuss it in detail. Did they have to discuss it in detail?
Did they have to discuss it in detail? Didn't have to discuss it in detail. Didn't have to discuss it in detail. Okay. ഫസ്റ്റ് മാത്രമേ ഹാഡ് വന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ഡിഡ് വന്നത് കൊണ്ടാണ് പിന്നെ എല്ലാവരും ഹാവിലേക്ക് പോയത്. ഓക്കെ. They had to discuss it in detail. They didn't have to discuss it in detail. Did they have to discuss it in detail? Didn't they have to discuss it in detail? Okay. ഇങ്ങനെയാണ് അതിന്റെ എക്സാമ്പിൾസ് വരാം. ഓക്കെ. അപ്പൊ ഹാസ് ടു, have to, had to ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായി. ഇതെല്ലാം നിങ്ങൾ എക്സാമ്പിൾസ് മേക്ക് ചെയ്യാൻ നോക്കാം. മാക്സിമം ഒരുപാട് എക്സാമ്പിൾസ് മേക്ക് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് ക്ലിയർ ആകുള്ളൂ. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ തന്നെ എക്സാമ്പിൾസ് മേക്ക് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്യണം, അത് ഇംപ്ലിമെന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ രീതിയിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. കഷ്ടപ്പെടാൻ പറ്റും നടക്കില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതെല്ലാം പഠിച്ച് അല്ലാതെ ബുക്കിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഒരിക്കലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ. അതൊക്കെ നിങ്ങൾ ഏത് കോഴ്സ് എടുത്താൽ പോലും എത്ര ഗ്രാമർ പഠിച്ചാലും എന്തൊക്കെ പഠിച്ചാലും പ്രാക്ടീസ് ചെയ്യാതെ ആർക്കും സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ. നെക്സ്റ്റ്, why can't. എന്തുകൊണ്ട് കഴിയുന്നില്ല? Why can't. Why can't. എന്തുകൊണ്ട് കഴിയുന്നില്ല? Why can't you adjust it? Why can't you adjust it? നിങ്ങൾക്ക് എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല? Why can't you adjust it? Why can't you work together? നിങ്ങൾക്ക് എന്താണ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? Why can't you work together? Why can't they stop it? എന്തുകൊണ്ട് അവരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല? Why can't they stop it? Okay. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് why can't യൂസ് ചെയ്യാം. Next, why doesn't or don't. Why doesn't or don't. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? Why doesn't or don't. Why doesn't she do it? എന്തുകൊണ്ട് അവൾ അത് ചെയ്യുന്നില്ല? Why doesn't she do it? Why don't you give it up? എന്തുകൊണ്ട് നിങ്ങൾ അത് ഗിവ് അപ്പ് ചെയ്യാൻ ചെയ്യുന്നില്ല? Why don't they respect you? എന്തുകൊണ്ട് നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നില്ല? അവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല. Why don't you respect him? എന്തുകൊണ്ട് അവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല? ഓക്കെ. അപ്പോ ഇതൊക്കെയാണ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എഴുതുക. ഹൗ കം. എങ്ങനെ സംഭവിച്ചു? ഹൗ കം യു ഗോട്ട് ഇറ്റ്. നിനക്ക് അതെങ്ങനെ കിട്ടിയത്? അതെങ്ങനെ സംഭവിച്ചു? നിനക്ക് എങ്ങനെ ഇത്രയും മാർക്ക് കിട്ടിയെന്നൊക്കെ പറയാം. അതെങ്ങനെ സംഭവിച്ചു? ആ ഒരു മീനിങ് ആണ്. ഹൗ കം ഷി ലോസ്റ്റ് ഹർ മണി. അവർക്ക് എങ്ങനെ അവളുടെ പൈസ നഷ്ടപ്പെട്ടു? ഹൗ കം ഷി ലോസ്റ്റ് ഹർ മണി. ഹൗ കം ദേ റിജക്ട് ഇറ്റ്. അവരെന്താണ് എന്തുകൊണ്ട് എങ്ങനെ റിജക്ട് ചെയ്തു? എങ്ങനെ സംഭവിച്ചു? റിജക്ട് ചെയ്ത് എങ്ങനെ സംഭവിച്ചു? ആ ഒരു മീനിങ് അവര്. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കുറച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഈ എക്സ്പ്രഷൻസ് ഡിസ്കസ് ചെയ്യാം. കാരണം എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. ഇപ്പൊ ഒരുപാട് നാളെ നമ്മൾ ഇതിനെ കണ്ടിട്ട് ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം വി മാറ്റ് അല്ലെ? നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായി. ഇങ്ങനെ പറയണമെങ്കിൽ ആ എക്സ്പ്രഷൻ പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ. ഇനിയിപ്പോ ഒരു രണ്ടെണ്ണം ഉള്ളത് പ്രശ്നമില്ല. നെക്സ്റ്റ് എഴുതിക്കോളൂ. വിൽ ഹാവ് ടു. വിൽ ഹാവ് ടു. ഒരുപക്ഷെ അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം. വിൽ ഹാവ് ടു. അതില് സ്ട്രക്ചർ വരാം. സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് ടു പ്ലസ് V1. Subject plus will have to plus V1. You will have to work hard. You will have to work hard. Okay.
you want to speak English fluently, you will have to work hard. English if you have to speak English loudly, if you have to speak English loudly, you will have to work hard. English സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്താണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ട വരും വന്നേക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാ പറയുക, you will have to work hard, you will have to study well, and you will have to practice well. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് you have to speak English. You can speak English. Okay. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ചെയ്യേണ്ടത് വന്നേക്കാം എന്നൊരു മീനിങ് ആണ് വരാം. You will have to work hard and you will have to practice a lot, and then you will have to do it, and you will have to study well. If you got a good mark, you will have to study well. Okay, അപ്പൊ ആ ഒരു രീതിയിലാണ് will have to നമ്മൾ യൂസ് ചെയ്യാം. Next one is supposed to. Supposed to means ഉദ്ദേശിക്കുന്നത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു മീനിങ് ആണ് വരാൻ ഉദ്ദേശിക്കുന്നത്. What are you supposed to hear? നീ ഇവിടെ വന്നാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നീ വന്നാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? What are you supposed to hear? When is he supposed to come here? അവനിവിടെ വന്നാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു ഇതിലാണ്. When is he supposed to come here? How are they supposed to conduct it? അവൻ എങ്ങനെയാ അത് കണ്ടക്ട് ചെയ്യാം? അവരെങ്ങനെ കണ്ടക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? How are they supposed to conduct it? Okay, അപ്പോ supposed to വരുന്നത് എങ്ങനെയാ ഉദ്ദേശിക്കുന്നത് ആ ഒരു മീനിങ്ങിലാണ്. Okay, the next one is seems to. Seems to means ഒരാളുടെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ പാരമ്പര്യം അനുസരിച്ച് അങ്ങനെ ചെയ്യുമെന്നാണ് തോന്നുന്ന അതായത് ആളുടെ സ്വഭാവം അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യുമെന്നായിരിക്കും, അങ്ങനെ ചെയ്യുമെന്നാ തോന്നുന്നതെന്ന് പറയുന്നത്. അവളുടെ സ്വഭാവം അനുസരിച്ചിട്ട് അവൾ അങ്ങനെ പെരുമാറേണ്ട ചാൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ ഒരു യൂസേജ് ആണ് ഈ സീംസ് ടു വരാം. സിംഗിൾ സബ്ജക്റ്റിന് കൂടെയാണെങ്കിൽ നമ്മൾ സീംസ് എന്ന് പറയാം. പ്ലൂറൽ സബ്ജക്റ്റിന് കൂടെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സീം എന്ന് പറയും. He seems to accept the proposal. He seems to accept the proposal. അവളുടെ സ്വഭാവം അനുസരിച്ചിട്ടുള്ളത് അവനത് ആക്സെപ്റ്റ് ചെയ്യാനാണ് ചാൻസ്. ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യാനാണ് ചാൻസ്. He seems to accept the proposal. Then they seem to come here. അവര് വരാനാണ് ചാൻസ്. ഇവിടെ വരാനാണ് ചാൻസ്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ഈ സീംസ് ടു യൂസ് ചെയ്യാം. ഇനിയിപ്പോ ഇന്ത്യയെ കുറിച്ച് കേട്ടിട്ടുണ്ട്? നീ നമ്മുടെ കോസ്റ്റൽ കൺട്രി ആയ കേരളത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? Have you heard of Kerala? Have you heard of Kerala? Have you heard of? അതൊരു എക്സ്പ്രഷൻ ആണ്. Have you heard of? എന്തിനെ കുറിച്ചിട്ടാണ് അത് അതിന് ശേഷം പറയാം. Have you heard of Kerala? Have you heard of Shakespeare? Have you heard of his father? Okay, then have you heard of this book? ഈ ബുക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ആ ഒരു രീതിയിലാണ് വരാൻ. അപ്പോ have you heard of? ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ഒരുപാട് എക്സ്പ്രഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരുപാട് എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാറ്. നിങ്ങൾ ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും അവർ എത്രത്തോളം എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും അത് പറയുന്നത്. ഓക്കെ, അതെല്ലാവരും എല്ലാവരും ഇംഗ്ലീഷ് പറയുന്നവരെല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അത് പ്രാക്ടീസ് ചെയ്ത് വരുന്നതാണ് ആ ഒരു ഫ്ലുവൻസി. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ ഒരു ഫ്ലുവൻസി നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ക്ലാസ്സിൽ ഇപ്പൊ അരക്കുണ്ടോ ഇല്ലയോ എന്നല്ല, ഇത് റെക്കോർഡ് ക്ലാസ് കാണുന്നവരും എല്ലാവരോടും കൂടിയാ പറയുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. യു മസ്റ്റ് പ്രാക്ടീസ് ഇംഗ്ലീഷ്. ഓക്കെ, then you can speak English fluently. Otherwise you can't. ഒരിക്കലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. ഈ ടെൻസ് പഠിക്കുന്നതും ഇപ്പൊ എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, ടെൻസ് ആയിക്കോട്ടെ, വൊക്കാബുലറി ആയിക്കോട്ടെ, എന്തും അത് നമുക്ക് പഠിക്കാം. ഓക്കെ, എത്രത്തോളം നിങ്ങൾ അത് പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ്. പക്ഷേ ഈ പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യാതെ ഒരാളോട് സംസാരിക്കുന്നതിലൂടെയാണ് നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അല്ലെ, പ്രാക്ടീസ് ചെയ്യുക, സംസാരിക്കുന്നതാണ് പ്രാക്ടീസ് അല്ലെ. സോ അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ടും കോൺഫിഡന്റ് ആയിട്ടും സംസാരിക്കാൻ പറ്റുള്ളൂ. അതർവൈസ് നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. അത് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നവര് അത് ഫസ്റ്റ് മനസ്സിലാക്കുക.
ഓക്കെ, ഇനി ക്ലാസ്സിൽ ഒരുവിധം ഞാൻ ക്ലാസ്സിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ടെൻസ് ആയിക്കോട്ടെ, വൊക്കാബുലറി ആണെങ്കിലും ഒരുപാട് വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ടെൻസ് കവർ ചെയ്തിട്ടുണ്ട്, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിപ്പോർട്ട് സ്പീച്ച് പറഞ്ഞുള്ള റിപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണ് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടെൻസ് വൈസും ഒന്നും ഡൗട്ട് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മള് അങ്ങോട്ട് പോകുന്ന ക്ലാസ്സിൽ എടുക്കുന്നത് ഈ എക്സ്പ്രഷൻസ് ആണ്. ഈ എക്സ്പ്രഷൻസ് മസ്റ്റ് ആണ്, പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഒരു ക്ലാസ്സിലും ഇതുപോലെ ഇത്രയും എക്സ്പ്രഷൻസ് ആരും പറഞ്ഞു കൊടുക്കില്ല. എല്ലാവരും ഓരോ റെഫർ ചെയ്യുന്നതാണ്. ഇപ്പൊ യൂട്യൂബിലാണെങ്കിൽ നമ്മൾ ഓരോ വീഡിയോസും എല്ലാവരും കണ്ടാലും ഈ എക്സ്പ്രഷൻസ് കിട്ടും. പക്ഷെ ഓരോ കോഴ്സിലൂടെയും ഇത്രയും എക്സ്പ്രഷൻസ് നമ്മൾ പറയാറില്ല. സോ ഇനി അങ്ങോട്ട് ഈ എക്സ്പ്രഷൻസ് തന്നെയായിരിക്കും പറയാ. അതിന് മാക്സിമം ആ എക്സ്പ്രഷൻസ് വെച്ചിട്ട് നിങ്ങൾ സെന്റൻസ് മേക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവുള്ളൂ. അല്ലാതെ ക്ലാസ്സിൽ കേട്ടിട്ട് അത് ഓക്കെ മനസ്സിലായി മിസ് എന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. അത് നിങ്ങൾ യൂസ് ചെയ്യണം, മേക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ, നിങ്ങളുമായിട്ട് അത് രജിസ്റ്റർ ആവുള്ളൂ. ഓക്കെ, ബാക്കി എല്ലാ സബ്ജക്റ്റും പഠിക്കുന്ന പോലെയല്ല ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുന്നോ അതുപോലെ ഇരിക്കും നിങ്ങളെ സംസാരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും സംസാരിക്കാൻ ആഗ്രഹമാണ്, പക്ഷെ ആരും സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആർക്കും സംസാരിക്കാൻ പറ്റാത്തത്. മനസ്സിലായോ? ഇംഗ്ലീഷ് സംസാരിക്കണമല്ല, നമുക്ക് അത്യാവശ്യം കോൺഫിഡൻസ് വേണം അല്ലെ? കോൺഫിഡൻസ് മീൻസ് നമുക്കൊരു കോൺഫിഡൻസിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്കൊരു ആഗ്രഹം വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം നടക്കൂ. ഓക്കെ, അപ്പോ ഇന്ന് എടുത്ത എക്സ്പ്രഷൻസ്, ഈ സെന്റൻസ് എല്ലാവരും ക്ലിയർ ആണോ? ക്ലാസ്സിലാകെ കുറച്ച് പേരേ ഉള്ളൂ. സോ അവരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നേരം ഞാൻ ക്ലാസ് എടുത്തത്. നിങ്ങൾ ക്ലാസ്സിലില്ല എങ്കിൽ നമുക്കൊരു ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ക്ലാസ്സിൽ ഇപ്പോൾ ഒരാൾ ഉള്ളെങ്കിൽ പോലും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണം. കാരണം ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹത്തോടു കൂടി ജോയിൻ ചെയ്തവരായതുകൊണ്ട് നമുക്ക് തന്നെ ക്ലാസ് എടുക്കേണ്ടത് തരേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തം അല്ലെ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആണോ അല്ലയോ? റെസ്പോണ്ട് ചെയ്യാവോ? യെസ്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, ഡൗട്ട് വരുന്നത് സ്വാഭാവികമാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിലൂടെ പഠിക്കുള്ളൂ. എന്തും ചോദിക്കാം. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നതാണ്, എന്തും ചോദിക്കാം. പക്ഷെ ആരും ചോദിക്കാറില്ല. ഓക്കെ, പഠിപ്പിക്കേണ്ടത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും പഠിക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. സോ നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം, ഇംഗ്ലീഷ് സംസാരിക്കാം. Okay, you can do it. Yeah. Okay. So വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇതുവരെ? ഇന്നത്തെ ക്ലാസ് വരെ ഞാൻ എടുത്തത് നിങ്ങൾ ക്ലിയർ ആണോ ഇല്ലയോ? എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ടെക്സ്റ്റ് ആണെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്? Yeah. Okay. So അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ് കാണാം. See you on the next class. Okay. Thank you. Thank you all.